നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാമ്പൂവിനെ കുറിച്ചാണ്. ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? ഫുഡിൻ്റെ കാര്യമായിരിക്കും അല്ലേ? ബിരിയാണി, ഗരം മസാല, ഇങ്ങനെയായിരിക്കും. എന്നാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പദാർത്ഥമാണ് ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഗ്രാമ്പൂ തൈലം ഇന്ന് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അത് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ആൻറ്റിസെപ്റ്റിക് ഫങ്ഷൻ ഉള്ളത് കൊണ്ട് ഔഷധങ്ങളിലും കൂടാതെ കൊതുകുകളെ തുരത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രാമ്പൂവിൻ്റെ പൂമൊട്ട്, തൊലി, കായ, വേര് ഇവയെല്ലാം തന്നെ ഔഷധ ഗുണമുള്ളതാണ്. ഗ്രാമ്പൂവിൽ മാംഗനീസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, അയൺ തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബോൺ ഹെൽത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് ആൻറ്റി വൈറൽ പ്രോപ്പർട്ടിയും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും ഉണ്ട്. കൂടാണ്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുള്ള കുറച്ച് ഔഷധ പ്രയോഗങ്ങൾ നോക്കാം. ഗ്രാമ്പൂ തൈലം നമുക്ക് സ്കിന്നിലും ഹെഡിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡ്രൈ സ്കാൽപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയിൽ, അതാണ് ഡ്രൈ സ്കാൽപ്പ്, അതിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാലോ. ഒരു 3-4 ഗ്രാമ്പൂവും ഫ്ലാക്സ് സീഡും കുറച്ച് കോക്കനട്ട് ഓയിലും ചേർത്തിട്ട് ബോയിൽ ചെയ്യാം. പിന്നെ അത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്കിന്നിലും ഹെഡിലും യൂസ് ചെയ്യാവുന്നതാണ്. ചുമ, പനി തുടങ്ങിയ അസുഖങ്ങൾ വരുമ്പോൾ നമുക്കിത് തേനിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഒരു 1/2 ഗ്രാം ഗ്രാമ്പൂവിൻ്റെ പൗഡർ എടുത്തിട്ട് തേനിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് വിശപ്പ് വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് തൊണ്ടവേദന, ജലദോഷം, പനി, കഫക്കെട്ട് ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രാമ്പൂ തൈലം അതിൽ ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വായ്നാറ്റം, പല്ലുവേദന എന്നീ അവസ്ഥകളിൽ നമുക്ക് ഈ ഗ്രാമ്പൂ തൈലം ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് വായിൽ ഗാർഗിൾ ചെയ്യുന്നതും വളരെ ഗുണപ്രദമാണ്. ഗ്രാമ്പൂ തൈലം പോടുള്ള പല്ലുകളിൽ വെച്ചാൽ വേദന ശമിപ്പിക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും ഇതിൻ്റെ അമിത ഉപയോഗം നല്ലതല്ല. ദിവസം 1 ഗ്രാമ്പൂ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം.